ഹലോ ഗൈസ്, ഹലോ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നാണ് നമ്മുടെ സൈമണിൻ്റെ വണ്ടി അടിച്ച് മാറ്റണത്. സോ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സോ നമ്മൾ സൈമണിനെ തപ്പിപ്പോണ്ട്, കാരണം നമ്മൾ മൂന്നാർ വരെ ട്രിപ്പ് പോകുന്നുണ്ട്. ഗൈസ്, അത് സൈമണല്ലേ? യൂത സൈമൺ. ഏ സൈമണേ, ഹലോ സൈമണേ. നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇടയിൽ കയറി വരരുതെന്ന്. സൈമണെ, ഞാൻ പറയണമെങ്കിൽ എനിക്കൊരു വണ്ടി വേണം. എനിക്ക് മൂന്നാർ വരെ ഒന്ന് പോകാനാ. എൻ്റെ കയ്യിൽ വേറെ വണ്ടിയൊന്നും ഇല്ലടാ. എൻ്റെ ഷോറൂം കാലിയാ. നീ ഷോറൂമിൽ കയറി അലാറാം അടിക്കും, പിന്നെ പോലീസ് വന്ന് നിന്നെ പിടിച്ചോണ്ട് പോകും. സൈമണെ, ഉണ്ടെങ്കിൽ പറ പ്ലീസ്. ഇല്ലടാ, എൻ്റെ കയ്യിൽ ഇല്ല. ശരി സൈമണെ. ഗൈസ്, സൈമൺ ഇല്ല എന്നാണ് പറയണത്. അതൊക്കെ ഷോറൂമിൽ പോയി നോക്കാം. ഗായ്സ്, നമ്മളിപ്പോൾ സൈമണിൻ്റെ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ ഒരു വെള്ളം, അതേതാ ഗൈസ്, അതേതാ വാട്ട വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അപ്പം ഒന്ന് കയറി നോക്കാം. എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണ്. ഇതിൻ്റെ മുകളിൽ കയറി ഒരു സാധനം പോലും ഇയാൾ വെച്ചിട്ടില്ല, പ്രാന്തൻ. ഗായ്സ്, മസ്താങ്ങ പോടാ. മസ്താങ്ങൊക്കെ ഉണ്ട് അയാളുടെ കയ്യിൽ. ഗൈസ്, ഫോർഡ് മസ്താങ്ങും സി ക്ലാസ്സാ. ഗൈസ്, നമുക്ക് ഏത് വണ്ടി എടുക്കണം? ഗൈസ്, എൻ്റെ ബുദ്ധിയിൽ നമുക്ക് മസ്താങ് എടുക്കാം. കാരണം മസ്താങ്ങിന് കുറച്ച് വില കൂടുതലാണ്. എൻ്റെ മസ്താങ് കുറച്ച് റേസിങ് ആയതുകൊണ്ട് പെട്ടെന്ന് വണ്ടി വിറ്റ് പോവുകയും ചെയ്യും. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണ്ടേ? അലാറാം അടിക്കാൻ തോന്നുന്നുണ്ട്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയുണ്ട്. ഗൈസ്, അലാറാം അടിച്ചില്ല. എന്താണെന്നാൽ അലാറാം അടിച്ച് പോയിൻ്റെ. ആൻഡ് ഗൈസ്, കീ അവിടെ ഇല്ല. അതുകൊണ്ട് നല്ലൊരു അഭിപ്രായമാണ് കീ ഇല്ലാത്തത്. സോ നമുക്ക് ഒരു പണിയുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഗൈസ്, എനിക്ക് ഒരു കാര്യം പറയാണ്ട്. നമുക്ക് സൈമണിൻ്റെ വണ്ടി അടിച്ച് മാറ്റണമെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം പറയാണ്ട്. സോ നമുക്ക് ഗൈസ് നോക്കുമ്പോൾ സൈമൺ നമ്മൾ ഹെൽമെറ്റൊക്കെ വയ്ക്കാൻ തലടിച്ച് വീഴാണ്ടിരിക്കാൻ. സോ നമുക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വേഷത്തിൽ എന്തെങ്കിലും സൈമൺ മനസ്സിലാവും. നമുക്കൊരു ഗ്യാങ്സ്റ്ററിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സൈമണിൻ്റെ ഗ്യാങ്സ്റ്റർ വേണ്ട, അതങ്ങനെ പോട്ടെ. സോ നമുക്കൊരു ചെക്കൻ്റെ പോലെ പോയിട്ട് നമുക്ക് ചോദിച്ചോ, നമുക്ക് എന്തെങ്കിലും പുള്ളി തരാണ്ടിരിക്കില്ല. തരല്ല, നമുക്ക് ലിഫ്റ്റ് ചോദിക്കാം. ലിഫ്റ്റ് വേണ്ട, പുള്ളി അങ്ങനെ തരുന്നില്ല. പുള്ളി ഭയങ്കര അഹങ്കാരിയാണ്. സോ ഗൈസ്, നമുക്ക് പുള്ളിയോട് ചോദിച്ചു നോക്കാം. നമുക്കൊരു, ഞാൻ മറന്നുപോലെ എന്നിട്ട് പറയണ്ടേന്ന്. നമുക്ക് ഒന്ന് വണ്ടി കാണിക്കുന്നു, പുകഴ്ത്താൻ പുള്ളിനെ. സൈമണാണെങ്കിൽ ഇവനെ പുകഴ്ത്തുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ സൈമണിൻ്റെ വീട്ടിൽ പോയി ചോദിക്കാം. വീട്ടിൽ വേണമെങ്കിൽ എന്തെങ്കിലും അവിടെ ഉണ്ടാവാണ്ടിരിക്കില്ല. സോ നമുക്ക് ആളുടെ വീട്ടിൽ പോയി വണ്ടി ഭാഗ്യം. അവിടെ വീട്ടിൽ പോയി നമുക്ക് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ പൊളിക്കും. പിന്നെ അല്ല, ഇവിടെ നിറച്ച് വണ്ടിയാണ്. സോ നമുക്ക് നേരെ സൈമണിൻ്റെ വീട്ടിലേക്ക് പോകണം. എൻ്റെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും മുക്കയിലും മൂലയിലും ഉണ്ടാവും. അറിയാത്തല്ലോ നമ്മൾ. ഓക്കെ ഗൈസ്, നമ്മൾ സൈമണിൻ്റെ അവിടെ ഇറങ്ങി. നമ്മൾ നോടി ഹെൽമെറ്റ് വെച്ചു. സോ ഇത് സൈമണിൻ്റെ വീടല്ല, സൈമണിൻ്റെ പറ്റിയൊരു വീടുണ്ട്. ഇയാൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവന് മരിക്ക് നടക്കാനും അറിയില്ലല്ലോ ഓട്ടാ. ഓക്കെ, നമ്മൾ കയറി. അത് കീ ആണോ? ഏതെങ്കിലും കീ ആകും, നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ ആ കീ എടുത്തു. പക്ഷെ അത് മസ്താങ്ങിൻ്റെ അല്ല. മസ്താങ്ങിൻ്റെ ആവാൻ ഇങ്ങനെ ചാൻസ് ഇല്ല. കാരണം ഇതിൽ ബെൻസിൻ്റെ ഉണ്ട് ചിഹ്നം കൊടുത്ത പോലെ എനിക്കൊരു ഫീല്. എങ്ങനെയൊന്നും ആവില്ല. ചിലപ്പോൾ മസ്താങ്ങാണെങ്കിലോ പിന്നെ സെറ്റാവും. നമുക്ക് ആ വണ്ടി പകുതി പൈസയ്ക്ക് വിറ്റിട്ട്, പകുതി പൈസ അല്ല, 3/4 പൈസയ്ക്ക് വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാൻഷൻ പിടിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഷോറൂമിൽ പോയിട്ട് കാണാം. ആൻഡ് ഗൈസ്, നമ്മളിവിടെ എത്തിയപ്പോൾ
വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. ആൻഡ് നമുക്ക് കീ വെക്കണം. അതിൻ്റെ അലാറാം അടിച്ച സെറ്റ് ഇവിടെ ഗൈസ് സൗണ്ട് കൂടുന്നത് തന്നെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പതുക്കെ പതുക്കെ ഫ്രാങ്ക്ലിനെ പതുക്കെ നടക്ക്. എനിക്കറിയാലോ ഒരു പൊട്ട ഷോറൂമാണ്, ഇവിടെ എന്തൊക്കെ ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ല. അയ്യോ സൈമണാണെങ്കിൽ കുറച്ച് തിരക്കിലൊക്കെയാണ്, നിങ്ങൾക്കറിയാലോ. ആൻഡ് ഇതാണോ ഗൈസ്? ഇതല്ല. അപ്പം ഇതിൻ്റെ തന്നെ ആവുള്ളൂ, കാരണം അയാൾ വില കൂടിയ വണ്ടികളിൽ അങ്ങനെ വെക്കില്ല ഗൈസ്. സോ ഗൈസ് ഫസ്റ്റ് നമ്മൾ നൈസായി വണ്ടി ബുക്ക് ചെയ്യാൻ നിൽക്കുമായിരുന്നു. നമ്മുടെ ബൈക്കിൽ പെട്രോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിർത്തിയപ്പോൾ നമുക്ക് 1 സ്റ്റാർ വാണ്ടഡ് ലെവൽ ഗൈസ്. സോ പോലീസൊക്കെ ഇടിച്ച് കയറുന്നുണ്ട്. സൈമണ് പറഞ്ഞ വിഷയമാവും. സോ നമുക്ക് നമ്മുടെ മുഖം അങ്ങനെ കാണിക്കണ്ട. ജസ്റ്റ് നമുക്ക് മുടി വെട്ടിയിട്ട് വരാം, അപ്പം അങ്ങനെ ആരും കാണില്ലല്ലോ. ഈ പാട്ട വണ്ടികൾ പോലീസുകാരൊന്നും ചെയ്യല്ല സാറേ, ഞാൻ കീഴടങ്ങാം. ഗൈസ് ഈ വണ്ടിക്ക് വലിയ വണ്ടി പറഞ്ഞു. അയ്യോ ഗൈസ് എങ്ങനെയാണ്ട ഗൈസ്, ഇവന്മാർ പ്രാന്തന്മാരാണ് ഗൈസ്. എനിക്കാണെങ്കിൽ പേടിയായിട്ട് കാരണം പറഞ്ഞാൽ എനിക്ക് വണ്ടി പോയിന് പേടിയില്ല. എന്നെ സ്വയമൺ അറിഞ്ഞ വെട്ടി നുറുക്കും ഗൈസ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. ഗൈസ് ഞാൻ നോക്കുമ്പോൾ വണ്ടി ഇളകി പൊളിഞ്ഞുണ്ട്. ഏതോ ഒരു പ്രാന്തൻ പറന്ന് വന്ന് എൻ്റെ വണ്ടിയിൽ കയറിയിടിച്ചു. സോ നല്ലൊരു കാര്യമാണത്. നമുക്കൊന്ന് ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കണം. അയ്യോ ഇത് ഇടിയോളം വണ്ടിക്ക് സ്റ്റിയറിംഗ് ഒക്കെ ഇളകണു. സോ ഗൈസ് നമുക്ക് എന്തായാലും വണ്ടി കസ്റ്റമൈസ് ചെയ്ത് കാണാം. ഗൈസ് നമ്മളാണെങ്കിൽ വണ്ടിയിൽ കയറി നമ്മളിവിടെ ഒരു കടയിൽ നിന്നൊരു സാധനം എന്താണെന്നറിയില്ല ഗൈസ്. ഞാൻ നോക്കുമ്പോൾ ഒരു വണ്ടി കയറി വന്ന് ഒറ്റയിട്ടിക്കില് പിന്നെ പറയണോ, നേരെ ഇടിച്ച് പൊട്ടി തെറിച്ച് പോയി. സോ ഭാഗ്യം എൻ്റെ വണ്ടിയുടെ കടുത്തേക്കൂടെ ഇങ്ങനെ ഉരഞ്ഞാൽ പോയത്. സോ നമുക്ക് ഈ വണ്ടി വിൽക്കാം. അതിന് മുന്നേ നമുക്കൊരു സ്ഥലത്ത് ഒളിപ്പിച്ച് വയ്ക്കണം. എൻ്റെ വീട്ടിൽ വെച്ച സൈമൻ കണ്ട പിന്നെ അടി അവിടെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ഥലത്ത് ഒളിപ്പിച്ച് വയ്ക്കണം. ഗൈസ് നമ്മുടെ വണ്ടി കിട്ടി, പക്ഷെ നമ്മൾ നിലത്തടിച്ചു വീണു. എൻ്റെ ഫ്രാങ്ക്ലിനെ ബോധമില്ലാത്ത ഒന്നും ചെയ്യരുത് ഗൈസ്. വലിയ ആളായിട്ട് മറ്റേ വണ്ടിൻ്റെ ഫ്രണ്ട് പൊക്കിയതാണ്, നേരെ കിടക്കുന്ന നിലത്ത്. സോ നമുക്ക് അതല്ല കാര്യം, നമ്മുടെ കൈയൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടീൻ്റെ അതൊന്നും സീനില്ല. നമുക്ക് നേരെ സൈമണിൻ്റെ അടുത്തേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങൾക്കൊക്കെ അറിയാലോ സൈമൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് കരയായിരിക്കും. കാരണം അയാളുടെ ഏറ്റവും വില കൂടിയ വണ്ടികളിലൊന്നാണ് ഈ C ക്ലാസ്, അത് ബെൻസിൻ്റെ C ക്ലാസ് തന്നെയാണോ? എനിക്ക് ഓർമ്മയൊന്നുമില്ല. അല്ല C ക്ലാസ് അല്ല ഗൈസ്, G-Wagon ഉണ്ടായോ. സോറി ഗൈസ്, C ക്ലാസ് അല്ല G-Wagon. ഞാൻ മറന്നും പോയി. അല്ലെങ്കിൽ ഓക്കെ സൈമൺ ഇവിടെ ഇല്ല. സോ സൈമൺ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കൊന്നും അറിയില്ല. എൻ്റെ ആൾക്കാരൊക്കെ പോലീസ് കേസായി. ഇതാ സൈമൺ. അയ്യോ വണ്ടി കയറ്ററ അല്ലെങ്കിൽ തല്ലി പോലെയുള്ള സൈമണേ ഹലോ സൈമണേ എല്ലാം ഒന്നും പറയണില്ല. പറഞ്ഞാലും പറ സൈമണേ. ഡോ നീക്കറിയോ എൻ്റെ G-Wagon പോയടാ. എങ്ങനെ G-Wagonൊക്കെ എങ്ങനെയാണ് പോയത്? എന്താണെന്നറിയില്ലടാ, പോലീസ് വന്നപ്പോഴേക്കും G-Wagon കേടായതിൽ അടിച്ചുകൊണ്ട് പോയവർ. അവനെ കാലാണെങ്കിലും അവൻ മുട്ടുകാല് തല്ലുപിടിച്ച് ചാവും. അങ്ങനൊന്നും പറയല്ലേ. എന്താ അത് നീയാണോ? അല്ല ഞാനൊന്നല്ല. അയ്യോ ഞാനങ്ങനൊന്നും ചെയ്യില്ലല്ലോ. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയതാ മോനെ. അയ്യോ എനിക്ക് സങ്കടം കാരണം നിൽക്കാൻ പോലും പറ്റണില്ല. ശരി ഞാൻ മസ്താങ്ങെങ്കിലും സൂക്ഷിക്ക്. മസ്താങ്ങോ? ഞാനേ വീട്ടിൽ ഇപ്പോൾ തൻ്റെ മസ്താങ് കണ്ടു അവിടെ. അതിനറിയാണ്ട് സോറിടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ല. നീ അത് ടെസ്റ്റ് ഡ്രൈവിന് എടുക്കുമെന്ന് വിചാരിച്ച്. അതാരില്ല, അതിങ്ങനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ കണ്ടു എന്നുള്ള. എടാ മസ്താങ്ങും ഉണ്ടല്ലോ G-Wagon ഉണ്ടല്ലേ? ആടാ സോറിടാ. അതൊന്നും ചെയ്യില്ല, തനിക്ക് ദൈവം തന്നു വിചാരിച്ചോ. അങ്ങനെയൊന്നും പറയല്ലേ. താമ്പോ നൈസായി ആ പ്രാന്തനെ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം കൂടി സൈമനോട് ചോദിച്ചാലോ എന്ന് എനിക്കിട്ടുണ്ട്. ചോദിച്ചേക്കാം. വേഗം വണ്ടി ഇടിക്കുക. ഇയാൾ പ്രാന്തനെ, ഇയാൾ വണ്ടി വല്ല കുറ്റിക്കാളിലും കൊണ്ടിടിക്കുന്നതിന് മുന്നേ ചോദിക്കട്ടെ.
സൈമണേ, ഹലോ സൈമ, ആളെ പറയടാ. ഇനി എന്താ മസ്താങ് എന്താ ചെയ്യണേ? ഓ, അതെൻ്റെ വണ്ടിയിൽ ഭദ്രമായിട്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. ആൻഡ് ആ താങ്ക് യുടാ. എന്താ സൈമാണ്? നിങ്ങനെ ചോദിച്ചൂലോ. ഇയാൾക്ക് വട്ടായി. എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് വട്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ജീവകണൊക്കെ പോയതുകൊണ്ട് ഇയാൾക്ക് വട്ടായി ഉണ്ടാവും. സോ നമുക്കില്ല സിമിയോൻ്റെ വീട്ടിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോയാലോ? അതൊരു സീനാവും. അയാളിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കുളിക്കാനോ തേങ്ങയ്ക്ക് എന്തെങ്കിലും പോകും. നമുക്ക് നൈസായി വണ്ടിയിൽ നിന്ന് എടുക്കാം. സോ നമുക്ക് സിമിയോൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. ഗൈസ്, ഞാൻ നോക്കുമ്പോൾ ഈ ഭ്രാന്തനാണെങ്കിൽ വണ്ടി വരിയിട്ട് കുളിക്കാൻ പോയിൻ്റെ. സോ നൈസായിട്ട് ഇവിടെ വല്ലതും ഉണ്ടോ നോക്കാം. ഐ മീൻ അവിടെ എന്തെങ്കിലും കീയക്കുള്ളിൽ വെച്ചാൽ പോയിക്കണം, മണ്ടനായതുകൊണ്ടാവും. സോ എല്ലാ വണ്ടിയിലെ ചാവി ഉണ്ടോ നോക്കാം. സോ ഈ ചാവി കിട്ടി. ഓക്കെ, മസ്താങ്ങിൻ്റെ ഞാൻ തോന്നുന്നു, ഏതാണെന്നറിയില്ല. പതിയെ പോവാം, അയാൾ കുളിച്ചിറങ്ങുമെന്ന് അറിയില്ല. ആൻഡ് ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യണേ. ഓക്കെ, സൗണ്ട് കേട്ടു. അയ്യോ, കണ്ടമ്പഴി ഓടിക്കോ, കണ്ടമ്പഴി. ഈ പോസ്റ്റ്, എനിക്കാണെങ്കിൽ പോസ്റ്റ് കാണുന്നത് ദേഷ്യമാണ്. ആൻഡ് ഗൈസ്, നമുക്ക് നേരെ പറപ്പിച്ച് നമുക്ക് നേരെ ഈ റോഡിൽ കൂടെ പോകണ്ട, അതൊന്നും സീനില്ല. നമുക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മസ്താങ് എടുക്കണം. ആൻഡ് മസ്താങ് ഷോറൂമിലിരിക്കുന്നുണ്ട്. എൻ്റെ ആ വിഷമത്തിൽ അയാൾ അത് കാര്യം മറന്നു. ഭ്രാന്തനായിരുന്നല്ലേ, അയാൾക്ക് വട്ടായി. അയാൾ പറയുന്നുണ്ട് താങ്ക് യുടാ ഭ്രാന്തൻ. എന്തായാലും എനിക്കൊന്നും മനസ്സിലാവണില്ലേ. ആൻഡ് നമുക്ക് നേരെ പോയിട്ട് മസ്താങ് എടുക്കണം ഗൈസ്. യെസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം മസ്താങ്ങൊക്കെ ഏതായാലും നമ്മുടെ ആരോട് വന്നിട്ടുണ്ടാവില്ലേ, നമ്മുടെ വണ്ടി തന്നെയാണെന്നൊരു ഇത് നമ്മൾ വഴിയിൽ നിന്ന് എടുത്ത വണ്ടിയാണ്, അതുകൊണ്ട് വലിയ സീനില്ല. പക്ഷെ വണ്ടി കയറ്റാൻ പുള്ളി അവിടെ എന്തായാലും അതൊക്കെ മറ്റേ വണ്ടി കൊണ്ട് ഇടിച്ച് കളയാം. ആൻഡ് മസ്താങ് അയ്യോ, വേഗം കൊതിയാവണം. ആദ്യമായിട്ടൊരു മസ്താങ് എടുക്കണേ, അതുകൊണ്ടായിട്ടേ സന്തോഷം. ആൻഡ് കീ വർക്കാവണില്ലേ? അയ്യോ, കീ വർക്കാവുന്നുണ്ട്. സോ സീനില്ല. ഈ വണ്ടി സി ക്ലാസ് പോലെ ഇടിച്ച് കയറ്റാനൊന്നും പറ്റില്ല, കാരണം അത്ര ലക്ഷറിയസ് വണ്ടിയാണ്. സോ നമുക്ക് നടക്കട്ടെ വണ്ടി. ഗൈസ്, വേഗം വണ്ടി എടുത്തു. അയ്യോ ഗൈസ്, പോലീസുകാർ വന്നിട്ടുണ്ട് ഗൈസ്. 2 സ്റ്റാർ വാണ്ടഡ് ലെവല്. നേരത്തെ 1+1 2. മാറ് സാറേ. അയ്യോ, ഒരു എന്തെങ്കിലും ഒരു പണി ചെയ്യണം, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചത്തുപോലെ 1 സ്റ്റാർ വാണ്ടഡ് ലെവൽ തന്നെ എങ്ങനെയാണ്ട്. നല്ലതാ, ഇതൊക്കെ നല്ലതാ. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞോട്ടെ ഗൈസ്, നമുക്ക് എങ്ങനെയും രക്ഷപ്പെടണം. ഓക്കെ, വണ്ടിയിലിപ്പം ഒന്നും ബാക്കിയില്ല, ഒരു സീനും ഇല്ല. ഇപ്പം വണ്ടി മപ്പതിൻ്റെ. നമുക്ക് നേരെ സൈമുണ്ടാവും. വണ്ടി കുഴപ്പമില്ല, ഫെൻഡറാ പൊട്ടിയത്, അതുകൊണ്ട് നല്ല സീനാണ്. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും വിളിക്കാണ്ടൊരു ഇതില്ല. ആൻഡ് നമുക്ക് ഈ പോലീസ് പോട്ടെ. ആൻഡ് ഗൈസ്, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ മസ്താങ്ങൊക്കെ അവിടെ പോയിന്ന്? അതൊക്കെ വിറ്റിട്ട് ഞാനൊരു പുതിയ മാൻഷനല്ല, ഈ ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ട്. നമ്മളൊരു പെട്ടി വീട്ടിലാണ് താമസിച്ചത്. ആൻഡ് നല്ലൊരു പ്ലേസ് ആട്ടത്. ആൻഡ് നമ്മൾ ഈ കാറും മേടിച്ചു. സോ ഗൈസ്, ഈ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ കാണാനെല്ലാം ലൈക്ക്, ഷെയർ, സബ് ചെയ്യുക. ആൻഡ് നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.